കുറേയേറെ വർഷക്കാലം നമ്മുടെ നാട്ടിൽ ഈ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മുൻ മന്ത്രിയായിട്ട് 20 വർഷമായി. അദ്ദേഹം എന്നാണ് മുസ്ലിം ലീഗുകാർക്ക് ദിഷണാശാലിയായത്? അതേക്കുറിച്ച് ആലോചിക്കാറുണ്ട്. MK മുനീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊട്ടും ആ വ്യക്തിയെ ഉപയോഗിച്ചില്ല. അതാണ് എൻ്റെ സത്യം. ഈ ഗ്രൂപ്പിൽ തന്നെ ഇന്നലെ ആരോ പറഞ്ഞു, മുറ്റത്തെ മുല്ലക്ക് മണമില്ല, എൻ്റെ നാട്ടുകാരനായിട്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആളുകളുടെയും പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഓർക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ നമ്മൾ മഹാനാക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഷ്ട്രീയത്തെ ഗതി തിരിച്ചു വിടേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടി വരും. ജസ്റ്റിസ് ശാശ്വത് കുമാർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് അവരുടെ സ്റ്റാറ്റസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. 2011 UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം ഇന്ത്യയിലെ ഇപ്പം നമ്മൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുന്ന സമയമാണല്ലോ, അദ്ദേഹം പറയാണ് 1.25 ലക്ഷം കോടി രൂപ വിലമതിക്കാവുന്ന, അന്നത്തെ കാലത്താണല്ലോ, വിലമതിക്കാവുന്ന വഖഫ് സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്കുണ്ട്. അതൊരു സാമാന്യം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾക്കത് പരിഹാരമാണ്. 12,000 മുതൽ 15,000 കോടി രൂപ ഒരു വർഷത്തേക്ക് അറ്റാദായമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂമി നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഖഫ് കൈകാര്യം ചെയ്യാൻ മുസ്ലിംകളായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കടുത്ത ക്ഷാമം ഇന്ത്യ നേരിടുന്നുണ്ട് എന്ന്. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഒരുപക്ഷെ മുസ്ലിങ്ങളിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം, ഒരുപക്ഷെ കാര്യപ്രാപ്തിയുള്ള മാനേജർമാരുണ്ടായിരിക്കാം. ഈ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊട്ടും ആരെയും ഉപയോഗിച്ചില്ല എന്നതാണ് വസ്തുത. ദിഷണാശാലികൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. KM സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനും മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ആർക്കിടെക്റ്റുമായിട്ടുള്ള സീതി സാഹിബിൻ്റെ ദിഷണയെയും ദർശനങ്ങളെയും ചിന്തകളെയും പ്രവൃത്തിപദങ്ങളെയും അത്യധികം വൈകാരികമായി തന്നെ ജീവിതത്തിൽ കാണുകയും ദർശിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത, ഈ കാലഘട്ടം വരേക്കും അതിനെ കാത്തു സൂക്ഷിച്ച ഒരു കെടാവിളക്കായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. ഡോക്ടർ KM അൽത്താഫ് എന്ന് പറയുന്നത് KM സീതി സാഹിബിൻ്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ സ്മരിച്ചുകൊണ്ട് ചെറിയൊരു കുറിപ്പെഴുതിയതിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ കീഴ്പ്പെടുത്തിയത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വശ്യമായ അറിവിലൂടെയുള്ള സ്നേഹസ്പർശം കൊണ്ട് തഴുകിയ ഇടപെടലുകളാണ് എന്നാണ്. കുറച്ചു കാലം മാത്രമേ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും സംവദിക്കുവാനും കഴിഞ്ഞുള്ളൂ. ഇടയ്ക്ക് അദ്ദേഹം ഒരു പ്രയോഗം, ഞങ്ങൾ പരസ്പരമുണ്ടായ ഉള്ളു തുറന്ന പറച്ചിലുകൾ ഒരുപക്ഷെ അക്ഷരങ്ങളിലൂടെ ആയിരുന്നുവെങ്കിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ കുറിച്ച് പറയാണ്, അദ്ദേഹം പറഞ്ഞു, ഇത്തരം ചർച്ചകൾ നമുക്കിടയിൽ മാത്രം നിൽക്കട്ടെ, അത് എങ്ങാനും സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമുദായത്തിന് താങ്ങും തണലുമാകുന്ന ഒരു സാമുദായിക പ്രസ്ഥാനത്തിന് തകർച്ചയുണ്ടാവാൻ സാധ്യത വരും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന്. ബഹുമാനപ്പെട്ട സീതി സാഹിബ്
ജനിച്ച 125ാമത്തെ ജന്മദിനമാണ് ഈ കടന്നുപോയ ഓഗസ്റ്റ് 11. അന്നാണ് ഈ മഹാനുഭാവൻ നമ്മോട് വിട പറയുന്നത്. യാദൃശികമായിക്കൊള്ളണമെന്നില്ല. ഇതിൽ ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. ഒരു മഹാൻ ജനിച്ച അതേ ദിവസം 125 ഒരു നൂറ്റാണ്ടും അതിൻ്റെ ഒരു കാലും കഴിഞ്ഞ സമയത്ത് നമ്മളിൽ ഉണ്ടായിരുന്ന ധിഷണ വൈഭവത്തിൻ്റെ ഒരു പ്രകാശഗോപുരത്തിൻ്റെ മറയലും കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് പകരമാവില്ല എന്നും ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ വരാനില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ റഷീദ് സാഹിബ് നമ്മോട് സംസാരിച്ചു. എങ്കിലും ധിഷണാശാലികളായിട്ടുള്ള ആളുകളെ തേടുന്നതിനുള്ള ഒരു യാത്ര ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ നഷ്ടത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അത്തരം ഹണ്ടിങ് സമുദായം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. അത്തരമൊരു ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു പക്ഷേ രാജ്യസഭയിലേക്ക് ആരിസ് ബീരൻ സാഹിബിനെ തെരഞ്ഞെടുത്തത് അത്തരമൊരു ഹണ്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയാൻ തോന്നിപ്പോവാറുണ്ട്. അത്തരം ഹണ്ടിങ് നടത്തിയ ഒരു വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വെറിയർ എൽവിൻ എന്ന് പറയുന്ന ആദിവാസികളുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ചിന്തകനാണ്, ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹം ഒരിക്കൽ ബോംബെയിൽ വെച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഒരു ആദിവാസി കുടുംബം വന്നു. തലേ ദിവസം അവരുടെ കുടിൽ കത്തി നശിച്ചു. ആ കുടിൽ കത്തി നശിച്ച് തിരിച്ചവർക്കൊരു കുടിൽ വേണം. അത് സങ്കടത്തോടു കൂടി വന്ന് പറയുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എത്ര രൂപ വരും നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് 4 രൂപ. അദ്ദേഹം പറയാണ്, ആൽഡസ് ഹക്സ്ലിയുടെ ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കോപ്പിയുടെ പൈസ മാത്രമേ ഇവർക്കൊരു വീടുണ്ടാക്കാനുള്ളൂ. എന്നിട്ട് അദ്ദേഹം വെറിയർ പറയുകയാണ്, ദാരിദ്ര്യം നമുക്കിടയിലുണ്ട്. ഈ ദാരിദ്ര്യത്തിൽ നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയില്ലായ്മ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. ദാരിദ്ര്യമെന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, ഇവർക്ക് അകാലത്തിൽ ചരമം പോകേണ്ടി വരുമ്പോൾ, അകാലത്തിൽ അവർ വയസ്സന്മാരാകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക ദാരിദ്ര്യമുണ്ട് എന്ന്. ഇക്കൂട്ടത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പല ഭാഗങ്ങളും നമുക്കുണ്ട്. അകാലത്തിൽ നമ്മളുടെ ദിഷണ നഷ്ടപ്പെടുന്നു എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നമ്മൾ ദരിദ്രരായ ഒരു സമൂഹമായി മാറിയിട്ടുണ്ട് എന്ന്. നോക്കൂ, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലെത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇവിടെ റഷീദ് സാഹിബ് സൂചിപ്പിച്ചു. അദ്ദേഹം ഒരു ലെഫ്റ്റ് ചിന്തയിലുള്ള ആളായിരുന്നു എന്ന്. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇടത് പാർട്ടി എന്നർത്ഥത്തിലല്ല, അതൊരു ചിന്തയാണ്. ആ ചിന്തയിൽ അദ്ദേഹത്തെ നയിച്ചിരിക്കുന്ന പല ധിഷണാശാലികളുമുണ്ട്. അദ്ദേഹം വായിച്ചിരുന്നത് സാർത്രെയാണ്, അദ്ദേഹം വായിച്ചിരുന്നത് കാമ്യൂവിനെയാണ്, അദ്ദേഹം വായിച്ചിരുന്നത് കാഫ്കയാണ്, അദ്ദേഹം വായിച്ചിരുന്നത് ആൻറ്റൺ ചെക്കോവിനെയാണ്. അപ്പോൾ ആൻറ്റൺ ചെക്കോവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ബെറ്റ് എന്ന് പറയുന്ന കഥയിലെ ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ജീവിതവുമായിട്ട് പാരസ്പര്യമുണ്ടാകുന്നത് ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. ദ ബെറ്റ് എന്ന് പറയുന്ന കഥയുടെ പശ്ചാത്തലം, ഒരു പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഒരു ബാങ്കർ, പൈസക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വിളിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ ഇടയിലുള്ള ചർച്ച പലതുമുണ്ട്. അക്കൂട്ടത്തിലൊരു ചർച്ചയായിരുന്നു, ജീവപര്യന്തമാണോ അതല്ല വെടിവെച്ച് കൊല്ലലാണോ ഒരു ശിക്ഷ എന്ന രീതിയിൽ ഏറ്റവും നല്ലത് എന്ന്. അപ്പോൾ ചിലർ പറഞ്ഞു, വെടിവെച്ച് കൊന്നാൽ ആ നിമിഷം കൊണ്ട് എല്ലാം തീരും, അതാണ് നല്ലത്. മറ്റേത് കൊല്ല ചെയ്യാണ്,
ബാങ്കർ അതിനോട് യോജിച്ചു. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വക്കീൽ അദ്ദേഹം പറഞ്ഞു, എത്രയൊക്കെയാണെങ്കിലും ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്തുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ പ്രിഫർ ചെയ്യുന്നു. രണ്ടും തെറ്റ് തന്നെയാണ്, പക്ഷെ ഞാൻ അതിനെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാങ്കർ പറഞ്ഞു, നിങ്ങൾ വെറുതെ പറയണ്ട, അതല്ല ശരി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും തർക്കിച്ചു. ഈ ആർഗ്യുമെൻറ്റിനൊടുവിൽ ബാങ്കർ പറഞ്ഞു, നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2,00,000 റൂബിൾ തരും, 5 വർഷം തടവറയിൽ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ വക്കീൽ തിരുത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആണ് എങ്കിൽ 5 അല്ല 15 വർഷം ഞാൻ 2,00,000 റൂബിളിനും വേണ്ടി കിടക്കാൻ തയ്യാറാണ്. അങ്ങനെ അത് സീരിയസ് ആയി, കണ്ടീഷൻസ് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽക്ക് ബാങ്കറുടെ വീട്ടിലെ ജയിലിൽ അദ്ദേഹം താമസക്കാരനായി. ജയിൽ തന്നെ, യഥാർത്ഥ ജയിൽ തന്നെ. പക്ഷേ ആവശ്യമുള്ള പുസ്തകങ്ങൾ, ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള വീഞ്ഞ് സംഗതികൾ അദ്ദേഹത്തിന് എത്തിക്കും. പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞ ശേഷമാണ് ബാങ്കറുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ സംഭവിക്കുന്നതും സാമ്പത്തികമായി അദ്ദേഹം പാപ്പരാവുന്നതും. പക്ഷേ ഇദ്ദേഹം അവിടെ ജയിലിലുണ്ട്. അങ്ങനെ 15 വർഷം പൂർത്തിയാവുന്നതിന് മുൻപ് ജയിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമുണ്ടാക്കിയ ജയിലിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കത്താണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള കരാർ അവസാനിക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങൾ ഈ മണിക്കൂറുകൾ കഴിഞ്ഞാൽ എനിക്ക് 2,00,000 റൂബിൾ തരണം. ഈ 2,00,000 റൂബിളിനും വേണ്ടി ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാനിതാ കരാർ ലംഘിച്ചുകൊണ്ട് 2 മണിക്കൂർ മുമ്പ് ഈ ജയിൽ തടവറയിൽ നിന്നും പുറത്തു കടക്കുന്നു എന്നാണ് പറഞ്ഞത്. അറിവിൻ്റെ വ്യാപ്തിയെയും അത് സഞ്ചരിക്കുന്ന അപൂർവമായ വഴികളെയും ചൂണ്ടിക്കാണിക്കുകയും, അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ മുകളിലെത്തി നിൽക്കുന്നൊരു സാധനമാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ദ ബെറ്റ്, ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ബെറ്റ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നൊരു കഥയാണ്. ഞാൻ കുട്ടിയാമത് കുട്ടി സാഹിബിൻ്റെ അദ്ദേഹം എഴുത്ത് കുറവാണ്, പക്ഷെ വായനയുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം 2004 മുതൽ 2024 വരെ ജീവിച്ചത് നമുക്കിടയിലാണെങ്കിൽ പോലും ആൻറ്റൺ ചെക്കോവിൻ്റെ കഥയിലെ വക്കീലിനെ പോലെ ജീവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സമയമാകുന്നതിൻ്റെ മുൻപേ നമ്മോട് ഇനി 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്, ഞാനിതാ പോകുന്നു എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. വ്യക്തിപരമായിട്ട് ഏറെ അടുപ്പമൊന്നും അദ്ദേഹവുമായിട്ട് എനിക്കില്ല. ഒന്ന് ദൂരം തന്നെ, രണ്ടാമത് പ്രവാസത്തിലിരുന്ന് എനിക്ക് അത്രയും കൂടുതലായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ സമാഹരണം നടക്കുകയും അതിൻ്റെ സൗദിയിലെ പ്രകാശനം നടക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പുസ്തകത്തെ സദസ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുസ്തകം അടിമുതൽ മുടി വരെ മുഴുവനായിട്ടും വായിച്ചു. അല്ലാതെ തന്നെ കുട്ടിയാമത് കുട്ടി സാഹിബ് എന്ന് പറയുന്ന 2004 കാലഘട്ടങ്ങളിലെ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ വല്ലാതെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകം മാത്രമല്ല, ആ വ്യക്തിയെക്കുറിച്ചും തന്നെ ഉള്ളൊരു അന്വേഷണമായിരുന്നു ആ പുസ്തകത്തിലൂടെ ഞാൻ നടത്തിയത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഏരിയകൾ നമുക്കാർക്കും കഴിയില്ല. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു, അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു, അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു എൻവയോൺമെൻ്റലിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അത് പറയുമ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തോന്നുന്നത്, സാധാരണ ഹൂ ഐ ആം എന്നൊരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മൾ പലരും അതിന് ധൈര്യപ്പെടില്ല. നമ്മൾ പലരും ചത്ത മീനുകളെപ്പോലെ ഓളത്തിനനുസരിച്ച് നീന്തുമ്പോൾ അദ്ദേഹം ജീവിച്ച മത്സ്യത്തെപ്പോലെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുഴയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജലധാരയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതാണ്
ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആളുകളെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അദ്ദേഹം പറയാം, ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണല്ലോ, ഈ സമയത്ത് ഒരു കുട്ടി ലിഫ്റ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ നിമിഷം എൻ്റെ മനസ്സ് ചോദിക്കും എന്നോട്, എന്താണ് ഈ കുട്ടിക്ക് ഞാൻ കൊടുക്കുക എന്ന്. ആ ഒരു ചിന്തയാണ് എ പി ജെയെ അദ്ദേഹത്തെ ഒരു മോട്ടിവേറ്ററാക്കി മാറ്റുന്നത്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് മരിച്ച ശേഷം പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ഇപ്പോൾ കെ എം അൽത്താഫ് പറഞ്ഞതുപോലെ തന്നെ മറ്റു പലരും പറഞ്ഞത്, ഈ വ്യക്തി ട്രസ്റ്റ് വർത്തിയായിരുന്നു, അങ്ങേയറ്റത്തെ വിശ്വാസത്തിൻ്റെ, അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശ്വാസത്തിൻ്റെയും അത്തരം നല്ല നല്ല വാല്യൂസ്, ഗുണങ്ങളുടെ ഉന്നത തലത്തിൽ നിൽക്കുന്ന, അതായത് നമ്മളതിൻ്റെ ജനിത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയും, ഔന്നത്യത്തിൻ്റെ പാന്താവിലേക്ക് അദ്ദേഹം നടന്നെത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഹു ഐ ആം എന്നതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. പാർട്ടിയുമായിട്ട് അദ്ദേഹം അത്രയും ലോയലായിരുന്നു. നമ്മൾ എം കെ മുനീർ സാഹിബ് ചോദിച്ചതുപോലെ അദ്ദേഹത്തെ എങ്ങനെ കണ്ടു എന്നത് വേറെ കാര്യം, അത് നമ്മളുടെ പോരായ്മയാണ്. പക്ഷേ അദ്ദേഹം ആവേണ്ടിയിരുന്നു എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ലെവലിൽ തന്നെ അദ്ദേഹം ജീവിച്ചതുകൊണ്ട് കുട്ടി അഹമ്മദ് കുട്ടി എന്ന സാഹിബ് മറ്റുള്ള ജനങ്ങൾക്കിടയിലും സമുദായങ്ങൾക്കിടയിലും രാഷ്ട്രീയക്കാർക്കിടയിലും മതങ്ങൾക്കിടയിലും ഒരു വിശിഷ്ട കുട്ടിയായിട്ട് മാറി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തലയും അവസാനവും ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് നോക്കിക്കാണാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ, അദ്ദേഹത്തിൻ്റെ ധിഷണയിലൊക്കെ ഒരു സവിശേഷത നിഴലിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു ഒടുക്കമുണ്ട്. അതിൻ്റെ തുടക്കം കുട്ടിയാണ്, അതിൻ്റെ ഒടുക്കവും കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത എന്ന് പറയുന്നത്, ആ നിഷ്കളങ്കതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. അതിൽ പാരമ്യമായി കിടക്കുന്നുണ്ടായിരുന്നു. ആ പാരമ്യതയെ പുൽകിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസേബിൾഡ് ആയിട്ടുള്ള പരിമിതമായ അംഗവൈകല്യമുള്ളവരെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ്, അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹത്തിന് ദളിതർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ വേണ്ടി കഴിഞ്ഞത്. രാഷ്ട്രീയം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിരുന്നില്ല, രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ദർശനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല, അത് പരലോകത്തേക്ക് കൂടിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സീതി സാഹിബ് അദ്ദേഹത്തിന് ഒരു വികാരമായിരുന്നു. പലപ്പോഴും വിചാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സീതി സാഹിബ് എന്ന വികാരത്തിൽ ജീവിച്ച ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു മർഹൂം കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹത്തിന് അതിൻ്റേതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊടുക്കുകയും, നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന നമ്മൾ ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാത എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇദ്ദേഹം സഞ്ചരിച്ച പാത ഏത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.